നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ബോംബ് ഭീഷണി. അതായത് ലാൻഡിംഗ് ചെയ്യാനിരുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാവുകയും അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു. മുംബൈ തിരുവനന്തപുരം വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ ഒരു ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായ സംഭവത്തിൽ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് പോലീസ്. വിമാനത്തിന്റെ ശുചിമുറിയിലാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ആദ്യം ഇറക്കി അതിനുശേഷമായിരുന്നു വിമാനത്തിനുള്ളിൽ പരിശോധന നടത്തിയത്. ബോംബ് ഭീഷണിയുടെ സാഹചര്യത്തിൽ ലാൻഡിങ്ങിന് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. എന്തായാലും വ്യാജ സന്ദേശമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബോംബെന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. യാത്രക്കാരിൽ ആരെങ്കിലുമാണോ ഇത്തരത്തിലൊരു സന്ദേശം എഴുതിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. 135 യാത്രക്കാരെയും ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇവരുടെ ലഗേജ് ഉൾപ്പെടെ വിട്ടു നൽകൂവെന്നും അധികൃതർ അറിയിച്ചു. ഇതുവരെയുള്ള പരിശോധനയിൽ ബോംബ് കണ്ടെത്താൻ സാധിച്ചില്ല. മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന AI657 എന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാവിലെ 7:30 എത്തിയ വിമാനം ഉടൻ തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പൈലറ്റിന് കിട്ടിയ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് വിമാനത്തിൽ വെച്ചിട്ടുണ്ട് എന്ന സന്ദേശം കിട്ടിയതെന്നാണ് അധികൃതർ ആദ്യം സംശയിച്ചത്. പൈലറ്റിന്റെ സന്ദേശത്തെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയായിരുന്നു. മാത്രമല്ല, അടിയന്തരാവസ്ഥ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം രംഗത്തെത്തിയിരുന്നു. യാത്രക്കാരെ പെട്ടെന്ന് പുറത്തിറക്കുവാനുള്ള സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 137 യാത്രക്കാരെയും വിമാനത്തിൽ നിന്നും പുറത്തിറക്കി. പിന്നീട് നടത്തിയ കർശനമായ പരിശോധന. എന്തായാലും ബോംബില്ല എന്ന് ആശ്വാസകരമായ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫോൺ കോൾ വ്യാജമാണെന്നും പോലീസ് വ്യക്തമാക്കി. വിമാനത്താവള അധികൃതരും ഇത് ഉറപ്പിക്കുന്നുണ്ട്. എങ്കിലും ഏറെ സമയം വേണ്ടി വന്നു പരിശോധനകളൊക്കെ പൂർത്തിയാകുവാനും യാത്രക്കാരുടെ എല്ലാ ബാഗേജുകളും പരിശോധിക്കാനുമൊക്കെ ഒരുപാട് സമയമെടുത്തു. ഫോൺ എത്തിയ സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു ഇത്. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം കണ്ടെത്തിയത്. വ്യാജ സന്ദേശമാണെന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഭീഷണി മണിക്കൂറുകൾ നീണ്ട ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ സുരക്ഷ കൂട്ടി. നേരത്തെയും നിരവധി തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകൾ അത്തരത്തിൽ കേട്ടിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് പല യാത്രക്കാർ ഒന്ന് വെറുതെ പരിഹസിക്കാൻ, വെറുതെ തമാശയ്ക്കായി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിമാനത്തിൽ കയറാൻ, അത് വിമാനം ഒന്ന് ഡിലേ ചെയ്യാൻ പല വ്യാജ ഭീഷണികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് തമാശ രൂപേണ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുക, പരിഹസിക്കാൻ വേണ്ടിയിട്ട് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുക, പറ്റിക്കാൻ വേണ്ടി ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുക. മാത്രമല്ല, കൂടെയുള്ള ഒരാൾക്ക് ഫ്ലൈറ്റ് മിസ്സാകുമെന്ന് കാണുമ്പോൾ ഫ്ലൈറ്റിന് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടെന്ന് വെറുതെ വ്യാജ സന്ദേശം നൽകുക. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് എന്താണ് സംഭവിച്ചത്, ഈ വ്യാജ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ആരാണ്, യാത്രക്കാർ തന്നെയാണോ ഇതിന് പിന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആശ്വാസകരമായ വാർത്ത, ബോംബ് കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, അതൊരു വ്യാജ സന്ദേശമായിരുന്നു എന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.